പ്രമുഖ പാലുൽപ്പന്നങ്ങളുടെയും അതുപോലെ ബിസിനസ് ബ്രാൻഡുകളുടെയും പേരും ലോഗോയും ഉപയോഗിച്ചാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നത്. ഈ വാട്സപ്പ് വഴിയും അതുപോലെ SMS വഴിയുമാണ് ഈ ആനിവേഴ്സറി ഗിഫ്റ്റുകൾ അതുപോലെ സർപ്രൈസ് ഗിഫ്റ്റുകൾ എന്നിവ ലഭിച്ചുവെന്ന് കാട്ടി ഒരു ലിങ്ക് വരുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരാണ് പിന്നീട് സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നത്. ഈ വാട്സപ്പ് വഴിയും മറ്റും ഇത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിച്ചുവെന്ന് കാട്ടി ചില ലിങ്കുകൾ വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളുടെ ഒറിജിനൽ പേജ് എന്ന് തോന്നിക്കുന്ന ഒരു വെബ്സൈറ്റിലേക്ക് നമ്മളെ ഇത് കൊണ്ടുപോകും. പിന്നീട് സമ്മാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചില വിവരങ്ങൾ ചോദിക്കും. ഈ വിവരങ്ങൾ നൽകിയാൽ പിന്നീട് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സമ്മാനം ലഭിക്കാൻ വേണ്ടി ഈ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഇത്തരത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഈ സൈബർ കുറ്റവാളികൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ മൊബൈലിൽ നിന്ന് എല്ലാ വിവരങ്ങളും, അതായത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും OTPയും മറ്റും ചോർത്തിയെടുത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പൂർണ്ണമായും പിൻവലിക്കുകയാണ് ഈ തട്ടിപ്പുകാരുടെ രീതി എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ലിങ്കുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും അതുപോലെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യരുതെന്നും കേരള പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് പണം നഷ്ടമാവുകയോ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പിന് ഇരയാവുകയോ ചെയ്യുകയാണെങ്കിൽ 1930 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ cybercrimes.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിൽ ഇത് പരാതിപ്പെടുകയോ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം ലിങ്കുകളിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ കേരള പോലീസ് അറിയിച്ചിരിക്കുന്നത്.